നമസ്കാരം. ഡൽഹി രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ മദ്യനയ കേസിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും കുറ്റവിമുക്തരായെന്ന വാർത്ത രാജ്യത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളെ വീണ്ടും ചൂടുപിടിപ്പിച്ചിരിക്കുകയാണ്. കേസ് പരിഗണിച്ച ഡൽഹി റൌസ് അവന്യൂ കോടതി അന്വേഷണം നടത്തിയ സിബിഐക്കെതിരെ വിമർശനം ഉന്നയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ലക്ഷ്യമാക്കി രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം ശാന്തമായ മനസ്സോടെ പരിശോധിക്കുമ്പോൾ ഈ സംഭവ വികാസങ്ങളെ വേറിട്ട വീക്ഷണത്തിൽ കാണേണ്ടതുണ്ട് എന്ന് വ്യക്തമാകും. ആദ്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഭരണഘടനാപരമായ സംവിധാനത്തിൽ അന്വേഷണ ഏജൻസികളും കോടതികളും സ്വതന്ത്ര ഘടകങ്ങളാണ് എന്നുള്ളതാണ്. ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നതും അന്വേഷണം നടത്തുന്നതും കോടതിയിൽ വിചാരണ നടക്കുന്നതും നിശ്ചിത നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ തന്നെയാണ്. ഇത് കോടതി തെളിവുകൾ അപര്യാപ്തമാണ് എന്ന് വിലയിരുത്തി പ്രതികളെ കുറ്റവിമുക്തരാക്കുന്നത് നിയമ സംവിധാനത്തിന്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന്റെ തെളിവാണ്. അത് രാഷ്ട്രീയ ഇടപെടലിന്റെ തെളിവല്ല. കോടതി അന്വേഷണ ഏജൻസിയെ വിമർശിക്കുന്നുവെങ്കിൽ പോലും അത് നീതിന്യായ വ്യവസ്ഥയുടെ സ്വയം ശുദ്ധീകരണ ശേഷിയാണ് സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ട് ആരോപിക്കുന്നത് രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്താനുള്ള ശ്രമമായി കാണേണ്ടതുണ്ട്. മോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു ദശകമായി രാജ്യത്ത് അഴിമതി വിരുദ്ധ നിലപാടുകൾ ശക്തിപ്പെട്ടു എന്നതാണ് പൊതുജനങ്ങളുടെ വിലയിരുത്തൽ. ഉയർന്ന തലത്തിലുള്ളവരുടെ പേരിലുള്ളതായാലും അഴിമതി കേസുകളിലും അന്വേഷണം നടക്കണമെന്ന സന്ദേശമാണ് കേന്ദ്ര സർക്കാർ സ്ഥിരമായി നൽകിയിരിക്കുന്നത്. അതിനാൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തതോ അന്വേഷണം നടന്നതോ മാത്രം കൊണ്ട് അത് കെട്ടിച്ചമച്ചതാണ് എന്ന നിഗമനം നടത്തുന്നത് ഒരു അതിവേഗ രാഷ്ട്രീയ പ്രതികരണമാണ്. കൂടാതെ കോടതി കുറ്റവിമുക്തരാക്കിയാൽ അതിന്റെ അർത്ഥം കേന്ദ്ര സർക്കാരിന്റെ വാദം പരാജയപ്പെട്ടു എന്നല്ല, മറിച്ച് തെളിവുകളുടെ പോരായ്മയാണ് നിയമപരമായി തെളിഞ്ഞത് എന്നതാണ്. അന്വേഷണ ഏജൻസികളും മനുഷ്യപരമായ പിഴവുകൾ സംഭവിക്കാം. അതിന് ഉത്തരവാദിത്വം നേരിട്ട് പ്രധാനമന്ത്രിയിലേക്ക് ചുമത്തുന്നത് യുക്തിസഹമല്ല. ഇന്ത്യ പോലൊരു വൻ ജനാധിപത്യത്തിൽ ഓരോ കേസിന്റെയും വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്നു എന്ന വാദം തന്നെ ഭരണ സംവിധാനത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഡൽഹിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏറെ മത്സരം നിറഞ്ഞതാണ്. പ്രാദേശിക രാഷ്ട്രീയ ശക്തികൾക്കും ദേശീയ പാർട്ടികൾക്കുമിടയിൽ കടുത്ത പോരാട്ടം തുടരുന്ന സംസ്ഥാനമാണ് ഡൽഹി. ഇത്തരം സാഹചര്യത്തിൽ ഒരു നിയമപ്രശ്നം ഉടൻ തന്നെ രാഷ്ട്രീയ ആയുധമാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ രാഷ്ട്രീയ ആരോപണങ്ങളും നിയമപരമായ സത്യാവസ്ഥയും വേർതിരിച്ചു കാണാൻ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ബാധ്യതയും. മോദിയുടെ ഭരണകാലത്തെ പ്രധാന സവിശേഷതകളിൽ ഒന്ന് സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര പ്രവർത്തനത്തെ മാനിക്കുന്നു എന്നതാണ്. ഇത് അദ്ദേഹത്തിന്റെ അനുയായികളും പ്രതികൂലികളും പോലും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുതൽ താഴ്ന്ന കോടതികൾ വരെ നിരവധി കേസുകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അവയെ അംഗീകരിച്ച് മുന്നോട്ട് പോയത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി. അതിനാൽ ഒരു പ്രത്യേക കേസിൽ പ്രതികൾ കുറ്റവിമുക്തരായതിനെ അടിസ്ഥാനമാക്കി പ്രധാനമന്ത്രിയെ വ്യക്തിപരമായ പ്രതികാരം നടത്തുന്നു എന്ന ആരോപണം രാഷ്ട്രീയ പ്രസംഗത്തിൽ കേൾക്കാനാകുമെങ്കിലും വസ്തുതാപരമായ തെളിവുകൾ അതിനെ പിന്തുണയ്ക്കുന്നില്ല. അമിത്ഷായെ കുറിച്ചും സമാനമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ആഭ്യന്തര മന്ത്രാലയം അന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനത്തിന് ഭരണപരമായ മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിലും ഓരോ കേസിന്റെയും ദൈനംദിന അന്വേഷണത്തിൽ രാഷ്ട്രീയ നിർദ്ദേശം ഉണ്ട് എന്ന് തെളിയിക്കാൻ വ്യക്തമായ രേഖകൾ ആവശ്യമാണ്. കോടതി വിമർശനം ഉന്നയിച്ചതിനെ അടിസ്ഥാനമാക്കി തന്നെ കെട്ടിച്ചമച്ച കേസ് എന്ന് വിധിയെഴുതുന്നത് നിയമപരമായ പ്രക്രിയയെ ലഘൂകരിക്കലാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത കോടതി സിബിഐയോട് ചോദ്യം ചോദിച്ചതാണെങ്കിൽ അത് തന്നെ ജനാധിപത്യത്തിന്റെ വിജയമാണെന്നതാണ്. അന്വേഷണ ഏജൻസികൾക്കും നിയമം തുല്യമാണ് എന്ന സന്ദേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് മോദി ഭരണകാലത്ത് നിയമനിർവഹണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല എന്നതിന്റെ തെളിവല്ല, മറിച്ച് അവ പരിശോധിക്കപ്പെടുകയും നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതിന്റെ തെളിവാണ്. സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ ശക്തമാണെന്ന് ഇത് സൂചിപ്പിക്കും. രാഷ്ട്രീയ നേതാക്കൾ വികാരാധീനമായി പ്രതികരിക്കുന്നത് സ്വാഭാവികമാണ്. സത്യം ജയിച്ചു എന്ന പ്രസ്താവന അവരുടെ വ്യക്തിപരമായ അനുഭവത്തിന്റെ പ്രകടനമായിരിക്കും. എന്നാൽ രാജ്യത്തെ പ്രധാനമന്ത്രിയെ നേരിട്ട് ലക്ഷ്യമാക്കി ഗൂഢാലോചന ആരോപണം ഉന്നയിക്കുന്നത് രാഷ്ട്രീയ പ്രസംഗത്തിന്റെ ഭാഗമായേക്കാം. അത് യാഥാർത്ഥ്യമായി തെളിയിക്കാൻ കൂടുതൽ ഉറച്ച തെളിവുകൾ ആവശ്യമുണ്ട്. പൊതുജനങ്ങൾക്ക് വികാര പ്രചരണത്തെക്കാൾ വസ്തുതകളെ ആശ്രയിച്ചാണ് വിലയിരുത്തേണ്ടത്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തെ വിലയിരുത്തുമ്പോൾ വ്യക്തിഗത കേസുകളിലെ രാഷ്ട്രീയ ആരോപണങ്ങളെക്കാൾ വിപുലമായ ഭരണപരമായ ദിശയും രാജ്യത്തിന്റെ ആകെ പുരോഗതിയും പരിഗണിക്കേണ്ടതുണ്ട്. ഒരു കേസിന്റെ വിധിയെ അടിസ്ഥാനമാക്കി പ്രധാനമന്ത്രിയെ കുറ്റക്കാരനാക്കുന്നത് നീതിയുക്തമല്ല. ശക്തമായ ജനാധിപത്യത്തിൽ വിമർശനം ആവശ്യമാണ്, പക്ഷെ അത് തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ സംഭവവും അതിന്റെ ചർച്ചകളും ഒടുവിൽ ഇന്ത്യയുടെ നിയമ സംവിധാനത്തിന്റെ ശക്തിയെയും രാഷ്ട്രീയ ഉത്തരവാദിത്വത്തെയും കുറിച്ചുള്ള പൊതു ചർച്ചകളുടെ പ്രാധാന്യത്തെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്.